സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ 7 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ് മാലിക് ദിനാറിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. ബംഗളൂരു നോർത്ത് സ്വദേശി ഫൈസാനാണ് മരിച്ചത്. കൊട്ടിയൂരിൽ ബാവലിപ്പുഴയിൽ കാണാതായ രണ്ടാമത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും അരുൺ പാറക്കൽ കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, എന്തൊക്കെയാണ് പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? പുതുക്കിയ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ 2 ദിവസം മഴ ഇതേ രീതിയിൽ തുടരും. അതിനുശേഷം മഴ കുറഞ്ഞു തുടങ്ങുമെന്നുള്ള ആശ്വാസ വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും മഴ ഇന്നും വടക്കൻ ജില്ലകളിൽ ശക്തമായി തന്നെ തുടരും. പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ഈ 2 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മഴയാണ് ഈ 6 ജില്ലകളിൽ ലഭിക്കാൻ സാധ്യത. നാളെ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുശേഷം എല്ലാ ജില്ലകളിലും മറ്റന്നാൾ മുതൽ ഗ്രീൻ അലർട്ട് മാത്രമാണ്. അതായത് മൺസൂൺ കാലത്ത് ഇടപെട്ടുള്ള മഴ മാത്രമായിരിക്കും മറ്റന്നാൾ മുതൽ ഉണ്ടാവുക. മൺസൂണിൻ്റെ 2ാം ഘട്ടം താൽക്കാലികമായി ഈ ദിവസങ്ങളിൽ കൂടി അവസാനിക്കുകയാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. അതിനുശേഷം ഒരു ഇടവേള, മൺസൂണിന് ചെറിയൊരു ഇടവേള ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ ബംഗ്ലാദേശിന് സമീപത്ത് ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒപ്പം അറബിക്കടലിൽ ഗുജറാത്ത് തീരത്തിനോട് സമീപത്ത് ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വാധീനം കൂടുതൽ മൺസൂൺ കാറ്റ് കേരളത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ട്. എങ്കിലും വടക്കൻ ജില്ലകളിൽ ഇടവിട്ടുള്ള മഴ ഉണ്ടാകും. അതേസമയം കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ അത് മണിക്കൂറിൽ 60 കിലോമീറ്ററായി ഉയരാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നിലനിർത്തിയിട്ടുണ്ട്. ഉന്മേഷ്.